വടകരയിൽ കെ മുരളീധരന് ബി.ജെ.പി. രഹസ്യ പിന്തുണ നൽകുമെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കെ മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയായാൽ അത് ഗുണം ചെയ്യുന്നത് ബി.ജെ.പിക്കാണെന്നാണ് നിഗമനം. അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയായതിനെ ബി.ജെ.പി. പിന്തുണയ്ക്കുന്നതെന്നാണ് ആരോപണം. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനുമായി നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ടിരുന്നു. വടകരയിൽ നിന്നും ജയിക്കുന്നതോടെ കെ മുരളീധരൻ വട്ടിയൂർക്കാവ് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും. ഇങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ജയിക്കാമെന്ന മോഹമാണ് ബി.ജെ.പിയുടെ ഇത്തരമൊരു നീക്കത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തലുകൾ. ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കെ മുരളീധരനെ പിന്തുണയ്ക്കാൻ ബി.ജെ.പി. തീരുമാനിച്ചത്. ഇത് കോൺഗ്രസും സംഘപരിവാറും തമ്മിലുള്ള രഹസ്യധാരണയാണെന്ന ആരോപണവുമുണ്ട്. എന്നുവെച്ചാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കുമ്മനം രാജശേഖരൻ ജയിക്കാൻ സാധ്യതയില്ല എന്നും ഇതേക്കുറിച്ച് വിലയിരുത്താം. വടകരയിൽ മുരളീധരനെ ജയിപ്പിച്ചാൽ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെ നിയമസഭയിൽ എത്തിക്കുമെന്ന രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണ് മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയായത് എന്നാണ് ആരോപണം. ഈ വാർത്ത മലയാള മനോരമയുടെ ഇംഗ്ലീഷ് പതിപ്പിൽ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. മലബാറിൽ കോൺഗ്രസിന്റെയും സംഘപരിവാറിന്റെയും മുഖ്യ ശത്രു പി ജയരാജൻ തന്നെയാണ്. ഇവിടെ ഒരു കോലീബി സഖ്യത്തിന് സാധ്യതയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കോൺഗ്രസിന് പിന്തുണയുമായി RMP നേരത്തെ തന്നെ രംഗത്തുണ്ട്. ഇത്തരമൊരാരോപണം രൂക്ഷമായതോടെ RSS തനിക്ക് വോട്ട് ചെയ്യേണ്ട എന്ന പരസ്യ പ്രസ്താവനയിലൂടെ കെ മുരളീധരനും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും വടകരയിൽ നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് തന്നെ വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ.